നിങ്ങൾ കമൽഹാസനോ മറ്റാരെങ്കിലുമോ ആകാം. നിങ്ങൾക്ക് ജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താനാവില്ല. ഈ രാജ്യത്തെ വിഭജിക്കുന്നത് ഭാഷാ അടിസ്ഥാനത്തിലാണ്. ഒരു പൊതുപ്രവർത്തകന് അത്തരമൊരു പ്രസ്താവന നടത്താൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അസ്വസ്ഥത, പൊരുത്തക്കേട്. കർണാടകയിലെ ജനങ്ങൾ ക്ഷമാപണം മാത്രമാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ നിങ്ങൾ സംരക്ഷണം തേടിയാണ് ഇവിടെ വന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രസ്താവന നടത്തിയത്? മണിരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫ് എന്ന സിനിമയ്ക്ക് കർണാടകയിലെ പ്രദർശനാനുമതി തേടി നടൻ കമൽഹാസൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിന്മേൽ കോടതി ഉന്നയിച്ച ചോദ്യമാണിത്. 38 വർഷങ്ങൾക്ക് ശേഷമാണ് കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്നത്. തഗ് ലൈഫ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ ചെന്നൈയിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് തമിഴുമായുള്ള ആജീവനാന്ത ബന്ധത്തെക്കുറിച്ച് കമൽ വിശദീകരിച്ചത്. ജീവിതവും കുടുംബവും തമിഴാണെന്ന് പറഞ്ഞ അദ്ദേഹം വേദിയിലുണ്ടായിരുന്ന കന്നഡ നടൻ ശിവരാജ് കുമാറിനെ അഭിസംബോധന ചെയ്തു പറഞ്ഞ വാക്കുകൾ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു. നടൻ ശിവരാജ് കുമാർ മറ്റൊരു സംസ്ഥാനത്ത് താമസിക്കുന്ന എന്റെ കുടുംബാംഗമാണ്. നിങ്ങളുടെ ഭാഷ തമിഴിൽ നിന്ന് പിറന്നതാണ്. അതിനാൽ നിങ്ങളും എന്റെ കുടുംബത്തിൽ ഉൾപ്പെടുന്നതായാണ് കമൽ വ്യക്തമാക്കിയത്. കമലിന്റെ പരാമർശത്തിനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, സാംസ്കാരിക മന്ത്രി ശിവരാജ് തഗടഗി അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. കമൽഹാസന് കന്നഡയുടെ ചരിത്രത്തെക്കുറിച്ച് ബോധ്യമില്ല എന്നായിരുന്നു സിദ്ധരാമയ്യ പറഞ്ഞത്. ഭാഷയ്ക്കും മണ്ണിനും ജനത്തിനുമെതിരെ സംസാരിക്കുന്ന ആരോടും ക്ഷമിക്കില്ല എന്നും അത് കമൽഹാസൻ ആണെങ്കിലും അങ്ങനെ ആയിരിക്കുമെന്നുമായിരുന്നു മന്ത്രി ശിവരാജ് തഗടഗി പറഞ്ഞത്. നടൻ മാപ്പ് പറയണമെന്ന് BJPയും കന്നഡ അനുകൂല സംഘടനകളും ആവശ്യപ്പെട്ടു. വിവാദ പ്രസ്താവന നടത്തിയ നടൻ കമൽഹാസൻ 24 മണിക്കൂറിനകം മാപ്പ് പറഞ്ഞില്ല എങ്കിൽ തഗ് ലൈഫ് സിനിമ കർണാടകയിൽ പ്രദർശിപ്പിക്കില്ല എന്ന ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ മാപ്പ് പറയാൻ കമൽ തയ്യാറായില്ല. താൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ മാപ്പ് പറയേണ്ടതുള്ളൂ എന്നായിരുന്നു കമലിന്റെ പ്രതികരണം. സ്നേഹത്തിന് പുറത്തായിരുന്നു പരാമർശമെന്നും ആരെയും വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല വാക്കുകളെന്നും എന്റെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നും കമൽ പറഞ്ഞു. ഒരുപാട് ചരിത്രകാരന്മാർ പഠിപ്പിച്ച ഭാഷാ ചരിത്രത്തിനൊപ്പം സ്നേഹത്തിൽ നിന്നുകൂടിയായിരുന്നു എന്റെ വാക്കുകൾ. സ്നേഹത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മാപ്പ് പറയില്ല എന്ന് കമൽ ഉറപ്പിച്ചു പറഞ്ഞു. ഇതേ തുടർന്ന് കർണാടകയിൽ തഗ് ലൈഫിന്റെ റിലീസ് ഒരു ചോദ്യചിഹ്നമായി മാറി. ചിത്രത്തിന്റെ പ്രദർശനാനുമതി തേടി നടൻ കമൽഹാസൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു. ചിത്രത്തിന്റെ പ്രദർശനം തടസ്സപ്പെടുത്തരുതെന്ന് കർണാടക സംസ്ഥാന സർക്കാരിനോടും പോലീസിനോടും ചലച്ചിത്ര വ്യാപാരി സംഘടനകളോടും കോടതി നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ കോടതിയെ സമീപിച്ചത്. എന്നാൽ കോടതിയും കമലിനെ തുണച്ചില്ല. കമൽഹാസന്റെ പരാമർശത്തെ രൂക്ഷമായ ഭാഷയിലാണ് കർണാടക ഹൈക്കോടതി വിമർശിച്ചത്. ജലം, ഭൂമി, ഭാഷ ഇവ പൗരന്മാരുടെ വികാരമാണ്. അതിനാൽ ഒരാൾക്കും ഇത്തരം വികാരങ്ങളെ വ്രണപ്പെടുത്താൻ അവകാശമില്ല. നിങ്ങൾ ക്ഷമ ചോദിക്കുന്നില്ല എങ്കിൽ എന്തിനാണ് ആ സിനിമ കർണാടകയിൽ പ്രദർശിപ്പിക്കണമെന്ന വാശി? കർണാടകയിൽ നിന്ന് കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. ജനങ്ങളെ വേണ്ടെങ്കിൽ ആ പണവും ഒഴിവാക്കണം. കമൽഹാസൻ ഒരു സാധാരണ വ്യക്തിയല്ല. ഒരു വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തിയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിക്കേണ്ടതെന്നും കമൽ മാപ്പ് പറയുന്നതാണ് ഉചിതമെന്നും ജസ്റ്റിസ് നാഗപ്രസന്ന നിരീക്ഷിച്ചു. തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഉലക നായകന് തെറ്റുപറ്റിയോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിലപാടുകളും ആശയങ്ങളും നല്ലത് തന്നെ. എന്നാൽ ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഫലമായ ഒരു സിനിമ ഒരു സംസ്ഥാനത്ത് ബാൻ ചെയ്യുമെന്ന സാഹചര്യം വരുമ്പോൾ താൻ പറഞ്ഞതിനെക്കുറിച്ച് കമൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അനാവശ്യ വിവാദങ്ങൾ കത്തിപ്പടരുന്നതിന് മുൻപ് തന്നെ അവയെല്ലാം അണയ്ക്കാമായിരുന്നു. കോടതി നിരീക്ഷിച്ചതുപോലെ വികാരം വ്രണപ്പെടുത്തിയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം നടപ്പിലാക്കേണ്ടത്.